തമിഴ്നാട്ടിലേക്ക് പോയല്ലേ, വോട്ടർമാരോട് നന്ദി അറിയിക്കാൻ തിരുച്ചിറപ്പള്ളിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തി. അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം കഴിഞ്ഞു. വലിയ സുരക്ഷയിൽ റോഡ് ഷോ ആയിട്ടാണ് വിജയ് പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. പരിശോധിക്കാം. CM അറ്റ് തിരുച്ചിറപ്പള്ളി. QR കോഡ് പാസ്സുള്ള 5000 പേർക്ക് മാത്രമായിരുന്നു ഈ പരിപാടിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ DMK-യെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു വിജയുടെ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. யாரும் எந்த அல்லு சில்லும் உள்ள வந்து நம்மளை தடுக்கிறதோ எதிர்க்கிறதோ ஏதாவது பண்ணாங்கன்னா நிர்வாகம் அதுக்கு பொறுப்பில்லை ராஜா, நிர்வாகம் அதுக்கு பொறுப்பில்லை. ரிசல்ட் என்னவா வரும்ன்றது அது உங்களுக்கே நல்லா தெரியும். நம்மளை ஏளனமா பேசுறதா நினைச்சு அவங்களுக்கு ஆப்பு வச்சுக்கிறாங்க. திமுக நம்மளை தடுக்க திமுக நம்மளை எதிர்க்க திமுக நம்மளை அவமானப்படுத்த அத்தனையும் நமக்கு நன்மையே. സുജിചന്ദ്രൻ ചേരുന്നു ഡെസ്കിൽ നിന്ന്. സുജിചന്ദ്രൻ, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ഏപ്രിൽ മാസം 20-ന് കൃത്യമായി പറഞ്ഞാൽ വിജയ് വരുമ്പോൾ, തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ അന്ന് TVK-യിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നൊരു വിലയിരുത്തൽ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത്തെ വരവ് അങ്ങനെയല്ല. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായാണ് ജോസഫ് വിജയ് തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തിയത്. അവരോട് സംസാരിച്ചതും അതും കൊടും മാസിൽ മരണമാസിൽ ഒരു പ്രസംഗവും. അതെ സേതു, തീർച്ചയായിട്ടും തിരുച്ചിറപ്പള്ളിയിൽ മുഖ്യമന്ത്രി വിജയ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. അവിടെ നിന്നാണ് അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു 2025 തുടങ്ങിയത്. അദ്ദേഹം സംസ്ഥാന വ്യാപക പ്രചാരണം തുടങ്ങിയത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു. മാത്രമല്ല, തിരുച്ചിറപ്പള്ളി അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്, പെരമ്പൂരിൽ നിന്നും വിജയിച്ചു. തിരുച്ചിറപ്പള്ളിയാണ് അദ്ദേഹം രാജിവെച്ചത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ പ്രസംഗം ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ തുടക്കം കൂടി ആക്കി മാറ്റുകയായിരുന്നു വിജയ്. 2, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്ര കവാടമായി തന്നെ വേണമെങ്കിൽ കണക്കാക്കാം. 1956-ൽ CN അണ്ണാദുരൈ മത്സരിച്ച മണ്ഡലമാണത്. 74-ൽ അവിടെ നിന്നാണ് ആദ്യത്തെ വലിയ സമ്മേളനം, അതായത് MGR-ൻ്റെ ആദ്യ വലിയ സമ്മേളനം, ആദ്യ മാനാട് അദ്ദേഹം നടത്തുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു. അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ MGR-മായി തുല്യപ്പെടുത്തുകയല്ല, എന്നെ MGR താൻ എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ചരിത്രപരമായി വലിയ പ്രത്യേകതകളുള്ള തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തന്നെ സംസാരിക്കുന്നതിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രപരമായൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഏറിയ പങ്കും മുഴുവൻ സമയവും ഉപയോഗിച്ചത് DMK-യെ കടന്നാക്രമിക്കാൻ തന്നെയായിരുന്നു. നേരത്തെ വിജയ് സ്റ്റാലിൻ അങ്കിൾ എന്ന് പറഞ്ഞ് വിളിച്ച് കടന്നാക്രമിച്ച ആ പ്രസംഗം സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അത് സ്റ്റാലിൻ സാർ ആയി മാറിയിരിക്കുന്നു. ഓരോ പ്രസംഗത്തിൻ്റെ ഓരോ വാചകത്തിലും രാഷ്ട്രീയമായി DMK-യെ കടന്നാക്രമിക്കുകയായിരുന്നു. ഒപ്പം ഉദയനിധി സ്റ്റാലിൻ മുമ്പ് നടത്തിയ പരാമർശങ്ങളടക്കം, കുതിരക്കച്ചവടമടക്കം ഒക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായിരുന്നു. 6 മാസം ഈ സർക്കാരിന് സമയം കൊടുക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 6 ദിവസം കഴിയും മുമ്പേ രാഷ്ട്രീയ ആക്രമണം തുടങ്ങി. പക്ഷേ ഓരോ ആക്രമണവും TVK-യെ ശക്തിപ്പെടുത്തുകയുള്ളൂ, കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ വേഷത്തെ പോലും വിമർശിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടിട്ട് അദ്ദേഹം വരുന്നതിനെ വ്യക്തതയും സമഗ്രതയുമുള്ള ഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം ധരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞായിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് DMK പുച്ഛിക്കുകയാണ്, രാഷ്ട്രീയവാദികളെന്ന് കളിയാക്കുകയാണ്. പക്ഷേ ജെൻസി ചെറുപ്പക്കാർ പോലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ രാഷ്ട്രീയ ആക്ഷേപത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരു പോസിറ്റീവായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടെങ്കിലും പറഞ്ഞത് DMK-ക്കുറിച്ച് മാത്രമാണ്. കാര്യം 200 യൂണിറ്റ് വൈദ്യുതി ഇപ്പോൾ ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്നു. അതിൽ 100 യൂണിറ്റ് കൊടുത്തത് നിങ്ങളാരുമല്ല, മുമ്പ് മാഡം ജയലളിതയായിരുന്നു. നമ്മളത് 200 യൂണിറ്റ് ആക്കി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, പെൺകൾ പാതുകാപ്പ്, അതായത് സ്ത്രീ സുരക്ഷ ഏറ്റവും വലിയ വാഗ്ദാനമായിട്ടായിരുന്നു പറഞ്ഞത് TVK.
അതിനുവേണ്ടി സിംഗപ്പെൺ പടൈ എന്ന ഒരു പ്രത്യേക ഫോഴ്സിനെ തന്നെ സംസ്ഥാന പോലീസിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്നാന്തരം ഓഫീസർമാർ, പോലീസ് ഓഫീസർമാർ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തയാഴ്ച തന്നെ അത് പ്രഖ്യാപിക്കും. നിങ്ങൾ കള്ളവും കൈക്കൂലിയും കൊണ്ടാണ് ഇത്രയും കാലം ഈ നാട് ഭരിച്ചത്. ആ കാലം പോയി മറിഞ്ഞിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് ഈ ജനകീയ സർക്കാരിനെ മാറ്റി നിർത്താൻ മറ്റാരെ കൊണ്ടും പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും ഈ സർക്കാരിനെ TVKയിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. മാത്രമല്ല, ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റും പെരമ്പൂറും എൻ്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. എൻ്റെ ചെല്ലക്കുട്ടിയാണ് ഈ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, അതായത് എൻ്റെ അരുമക്കുട്ടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ഈ ഉപതെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം കൃത്യമായി നടത്തുന്നു. നേരത്തെ ഒക്കെ നമ്മൾ കണ്ടതുപോലെ സിനിമാറ്റിക് ടോണിൽ ആ ഒരു സ്വാഗിൽ ഒക്കെ തന്നെ വിജയ് സംസാരിക്കുമ്പോൾ ആ ജനക്കൂട്ടമാകെ ഇളകി മറിയുന്നു. നേരത്തെ വാർത്തകളൊക്കെ പ്രചരിച്ച തിരുച്ചിറപ്പള്ളിയിൽ ഒരുപക്ഷെ തൃഷ മത്സരിച്ചേക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ വാർത്തകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അത്തരത്തിൽ അത് ആ സമയത്ത് പ്രചരിപ്പിച്ച ഒരു ട്രോൾ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിലോ രാഷ്ട്രീയ ഹാസ്യ രൂപത്തിലോ ഒക്കെ ആയിരിക്കാം. തമിഴ്നാട് രാഷ്ട്രീയമാണ്, എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരു പക്ഷേ അങ്ങനെയും സംഭവിക്കാം. വിജയുടെ കൂടെ എല്ലാ വേദികളിലും തൃഷ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്നലെ കൂടി വിജയ്ക്കൊപ്പം നമ്മൾ തൃഷയെ കണ്ടിരുന്നു. ഈ ചടങ്ങിൽ, അതായത് സ്വയറിംഗ് സെറമണിയിൽ അജിത്തിനെ കാണാൻ പോയപ്പോൾ ഒക്കെ തൃഷ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ അത്തരം ഗോസിപ്പ് വാർത്തകളോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന വാർത്തകളോ ചുറ്റുപാടുമൊക്കെ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ. അദ്ദേഹം കടന്നാക്രമിച്ചത് മുഴുവൻ DMK ആണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMKയും TVKയും അല്ലാതെ മറ്റൊരു കക്ഷിയില്ല. മറ്റുള്ളവരെ അപ്രസക്തരാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. DMKയ്ക്കും TVKയ്ക്കും അപ്പുറം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി മറ്റാരുമില്ല. ADMKയോ BJPയോ ഒന്നുമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം 234 തൊകുതിയും, അതായത് മണ്ഡലങ്ങളും എൻ്റെ മണ്ഡലങ്ങളാണ്, എല്ലായിടത്തും നമ്മുടെ മണ്ഡലമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകും. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആ ബ്രാൻഡ് ട്രേഡ് മാർക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്ന സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, കോൺഫിഡൻ്റ് ആയിരിക്കെ നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നു. ശരി, അപ്പം തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷം, മുഖ്യമന്ത്രി ആയതിനു ശേഷം വോട്ടർമാരോട് നന്ദി അറിയിക്കാൻ തിരുച്ചിറപ്പള്ളിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സുചന്ദ്രൻ പറഞ്ഞത്.